അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇസാ ടൗണിലെ പഴയ ട്രഡീഷണൽ മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ, അതുപോലെ ഫ്രഷ് ഐറ്റംസ്, യൂസ്ഡ് ഐറ്റംസുകൾ അങ്ങനത്തെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. അതായത് ഇസാ ടൗൺ ഓൾഡ് ട്രഡീഷണൽ മാർക്കറ്റ്. ഇവിടെ കണ്ടില്ല, ഇവിടെ പഴയ പാത്രങ്ങൾ, TV, കട്ടിൽ, പല പല സാധനങ്ങൾ, വീട്ടുപകരണങ്ങളുണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ചെയറൊക്കെ കണ്ടില്ല, യൂസ്ഡ് ചെയർസാണ്. ഇത് കട്ടിൽ, ബെഡൊക്കെ ഇടുന്ന ഷോപ്പാട്ടാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫ്രഷ് ഐറ്റംസും ഉണ്ടാവും, യൂസ്ഡ് ഐറ്റംസുകളും ഉണ്ടാവും. ഇത് കട്ടിൽ അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള ഐറ്റംസ്, ഒരു റീഫർബിഷ് ചെയ്ത ഐറ്റംസുകൾ കണ്ടില്ല. TV, ഹോം തിയേറ്റർ, അങ്ങനത്തെ കബോർഡുകൾ, ഫാന്, കുറേ ഒരുപാട് സാധനങ്ങൾ. ഇത് ഫർണിച്ചേഴ്സിൻ്റെ മാത്രം ഏരിയ ആയിട്ടത്. ഇത് ഈ മാർക്കറ്റിൻ്റെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് വരുന്നത് ഫർണിച്ചേഴ്സ് ഐറ്റംസ് ഒക്കെയാണ്, വീട്ടുപകരണ സാധനങ്ങളൊക്കെയാണ്. അത് യൂസ്ഡും ഉണ്ട്, ഫ്രഷ് ഐറ്റംസുകളും ഉണ്ട്. അത്യാവശ്യം വലിയ മാർക്കറ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഇത്. ലേസർ ലൈറ്റ്സ്, ഒരുപാട് സ്റ്റേജ് ലൈറ്റ്, അതുപോലെ ബേസിൻ, സൈക്കിള്, കുട്ടികളുടെ സൈക്കിള്, പിന്നെ വെക്കം ക്ലീനറുകൾ. അവിടെ ഒരു വീൽ ചെയർ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ സൈക്കിളാണ് കൂടുതലും മെയിനായിട്ട് കാണുന്നത്. ചെയർ, ഹോം തിയേറ്റർ, കട്ടിൽ. ഒരു മിറർ കണ്ടപ്പോൾ ഞാനും എടുത്തു സെൽഫി. നടന്നാലും തീരില്ല കേട്ടോ. കൂടുതലും ഹോട്ടൽ ഐറ്റംസുകളുണ്ട്, കുറേ ടേബിൾസുകൾ വരുന്നുണ്ട്. എൻ്റെ കൂടുതലത് ഇയാപ്പിട്ടാണ്, റിയാസ് ഇയാപ്പി എന്ന് വിളിക്കും. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു മെഷീൻ കണ്ടിട്ട്. അതെന്താണെന്ന് കുറച്ചേരം നോക്കി. പിന്നെയാണ് മനസ്സിലായത് എന്തോ മില്ലിലെ ആവശ്യങ്ങൾക്കുള്ള, എന്തോ ഫ്ലവർ മില്ലിലൊക്കെ യൂസ് ചെയ്യണം എന്തോ ആയിട്ടാണ്. അപ്പോൾ ശുഭം, അടുത്ത വീഡിയോ വരാട്ടാ.